നമ്മളിവിടെ സേഫാണോ വെച്ചാൽ സേഫ് ആണോ ഒക്കെ അറിയില്ല. ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതൊന്നും ഒതുങ്ങട്ടെ. അവിടെ റോഡ് കാണാൻ പറ്റാത്ത അത്രയ്ക്ക് റോഡ് പോയി. കാറ്റുകൊണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, കാരണം അത്രയധികം കാറ്റാ കേട്ടാ. ഇതിനുള്ളിൽ കാറ്റ്. നമ്മുടെ വണ്ടി, നമ്മുടെ വീട് ഫുള്ള് ചോർച്ചയാണ്. വണ്ടിയുടെ 4 ഭാഗം ചോരുമാണ്. നല്ല മഴയാണ് ഇവിടെ. ഹായ് 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 ചെയ്യുന്നവരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോനെ അപ്പം നമ്മളുടെ വണ്ടി രാവിലെ കുക്കു അതുമല കിടന്ന്. എന്താ എൻ്റെ അവസ്ഥ? നല്ല സുഖമായിരുന്നു, നല്ല കാറ്റിനുണ്ട്. പിന്നെ ഇടയ്ക്കൊരു കൂർക്കാൻ വേണ്ടിയിട്ടുണ്ട് ആ ചുറ്റുഭാഗത്ത്. അതിലേ കിടന്നിട്ടുള്ള ആൾക്കാരൊക്കെ കൂർക്കാൻ ഈ കൂട്ടത്തിൽ ഞാൻ രാജാവാന്ന്. ഞാൻ കട്ടിലുമേലായിരുന്നല്ലേ ഒരൊക്കെ തറയില് മോനെ. എങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇപ്പം ഞാൻ വണ്ടിയിലാണ് കിടന്നത്. ഇന്നലെ നമ്മുടെ സാധനങ്ങൾ ഫുള്ള് കയറ്റിയിട്ടുണ്ട്. അരിയട കഴിഞ്ഞിടതുകൊണ്ട് അരി 3 ഗ്ലാസ് ഉണ്ടല്ലേ. തീറ്റയിലും നമുക്കൊരു കുറവുമില്ല. പിന്നെ ഇപ്പം എന്താ പറയുക, ഈ ആരോഗ്യം ക്ഷീണിച്ചെന്ന് പറയണാവാം. ഞങ്ങൾക്കിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? തോന്നില്ലേ. എന്നാലും നല്ല ചിക്കനും എന്താ മുട്ടയൊക്കെ ഞങ്ങൾ പരമാവധി കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. മുട്ട ഇന്നലെ കിട്ടിയത് കൊണ്ട് ഇന്ന് മുട്ടയൊക്കെ വെച്ചിട്ട് നല്ലൊരു 5 റുപ്യ ഉള്ളൂ. അവൻ്റെ പേരങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ സ്റ്റേ എന്ന് പറയുന്നത് ഈ പമ്പായിരുന്നു. ഇനി നമ്മൾ പോയവരൊക്കെയല്ല മുന്നേക്ക്. പിന്നെ ചായ ഒന്നും കുടിച്ചില്ല. ചണ്ടൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞങ്ങളങ്ങനെ മുന്നേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോളാപ്പൂരിലേക്കാണ് പോകുന്നത്. ഇന്നലെ തന്നെ പറയാൻ തുടങ്ങിയാണ്. അപ്പോൾ ഷോളാപ്പൂരിലേക്ക് ഇന്ന് എത്തുന്നു വരുന്നത്. ഇവിടുന്ന് ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട്. എന്താണ് മഞ്ചൾഗോൺ എന്ന് പറയുന്ന മഞ്ചളോൺ അങ്ങനെ എന്താ പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ എത്തിയില്ല, ടൗണിലേക്ക് എത്തിയില്ല. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കൂടിയും പോകാണ്ട്. അവിടെ നിന്ന് പിന്നെ 200 കിലോമീറ്റർ ഉണ്ട് ഈ ഷോളാപ്പൂരിലേക്ക്. ഇന്നത്തെ ദിവസം ഫുള്ള് ഓടിയാലും ചിലപ്പോൾ എത്തിയെന്ന് വരില്ല. പോകുന്ന വഴിക്ക് ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം. ഇപ്പോൾ രാവിലെ ഓരോ ഗ്ലാസ് കട്ടൻ ചായ നമ്മുടെ ഫ്ലാസ്കിലുണ്ടായതുകൊണ്ട് അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് വീഡിയോ വന്നിട്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ഞങ്ങൾ ഈ ഒരു ഓട്ടോറിക്ഷയും കൊണ്ട് ഓട്ടോ ലൈഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാവിധ കാഴ്ചകളും ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാറുണ്ട്. ഞങ്ങൾ കിടക്കുന്നത്, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്, ഫുഡ് കുക്ക് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇനി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതായത് ഇത് നമ്മൾ കർണാടകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മഹാരാഷ്ട്രയിൽ കയറിയ ടൈമിൽ നമ്മൾ ഈ പറയുന്ന വിജയപുരയിൽ നിന്ന് ഷോളാപ്പൂർ അങ്ങനെ തന്നെ ആയിരുന്നു വന്നിരുന്നത്. അതേ റിട്ടേൺ റൂട്ട് തന്നെയാണ് ഈ കർണാടക വിജയപുര വരെ. അവിടെ നിന്ന് പിന്നെ നമ്മൾ പിടിക്കുന്നത് മൈസൂരിലേക്കാണ്. മൈസൂരിലേക്ക് പിടിച്ചിട്ട് മൈസൂർ പോയി ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് പോയി ഇറങ്ങി വയനാട് ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ നാടുകാണി വഴി തിരിഞ്ഞ് നിലമ്പൂർ ചെന്നിറങ്ങണം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിൽ പല മാറ്റങ്ങളും സംഭവിക്കാം. പക്ഷേങ്കിൽ അത് ഇന്നത്തെ കേസൊന്നുമല്ല. അത് സംഭവിക്കുക ചിലപ്പോൾ ഇനി നമ്മൾക്കൊരു 7 ദിവസമോ 8 ദിവസമൊക്കെ അതിന് വേണ്ടിയിട്ട് വരാം. എന്നാൽ പോവാ. അപ്പോൾ ഓക്കെ, ഞങ്ങളെ ഇറങ്ങട്ടെ കേട്ടോ. ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം കിട്ടി കേട്ടോ കുക്ക് ചെയ്യാം. വെള്ളം കുറച്ചുള്ളൂ കേട്ടോ. അതെ, അരി 3 ഇടണേ. 3 ഗ്ലാസ് അരി. കറി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒന്നും കറിയൊന്നും ഉണ്ടാവില്ല. അപ്പം മുട്ട റോസ്റ്റ് ചെയ്യണം ഞങ്ങൾ. മുട്ട റോസ്റ്റ് ചെയ്യട്ടെ. റോസ്റ്റ് അല്ല, റോസ്റ്റിങ് ചില്ലി അല്ലേ? റോസ്റ്റിങ് ചില്ലി, അത് വേറെ ഐറ്റാണ്. ഉള്ളിയും തക്കാളി ഞങ്ങൾ കുറേ തിന്നുന്നുണ്ട്. എന്തായാലും വേറെ ഒന്നുമില്ലെങ്കിൽ ഉള്ളിയും തക്കാളി ഞങ്ങൾ കുറേ തിന്നുന്നുണ്ട്. ചോറിന് തിളച്ചോണ്ടിരിക്കുക. അതിൽ വെള്ളമൊന്നുമില്ല വെക്കുക. പിന്നെ വെള്ളം വേണ്ട, തണ്ണി വേണം. അപ്പോഴാണ് ചോറ് നന്നാകുക. അല്ലെങ്കിൽ ചോറ് അടിയിൽ പിടിച്ചൂലേ? ഭായ് ഓ ജൽദി പാനി ഉണ്ടാകണ ഭായ് ജൽദി. പിന്നെ മുട്ട എവിടെയാ നമ്മളെ ഇന്നലെ വാങ്ങിയ മുട്ട? 2 3 എന്നല്ല, 4 എടുത്തോ. 2 3 ആരോഗ്യം പരട്ട് വെക്കൂ, പുഷ്ടിക്കട്ടെ. 10 മുട്ടല്ലേൽ 10 ഉണ്ടാക്കണോ? അടുത്ത ചെക്കൻ്റെ വീട്ടിലെ പരിപാടിയാണ്. അതെ, ചെക്കൻ്റെ വീട്ടുകാരുടെ പരിപാടി.
ബോഡി ഷോ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. കണ്ടോ ഇന്നലെ ഞങ്ങൾ അവിടുന്ന് പറിച്ച കറിവേപ്പിലയാണ്. ഒരു ദിവസം കൊണ്ട് ഇതാവുന്ന ഒരു കോലമാണത്. ഒരു ദിവസം കൊണ്ടാവണ പോലെ ആകെ കരിഞ്ഞ് മുരിഞ്ഞ് കിരിഞ്ഞായി. എങ്കിലും നമ്മളെന്നാലും കിടക്കട്ടെ കുതിരപ്പാൻ. കുക്കിങ്ങിലൊരു അവിസ്മരണീയ കാഴ്ചയാണ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചക്കന്മാർ വന്നിരിക്കുന്നു കേട്ടോ ഈ ഗ്രൂപ്പിൽ. കുറച്ചും കൂടി വെളിച്ചെണ്ണൻ്റെ കുറവുണ്ടായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ട്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കഴിയും. ഇപ്പം ഇങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു മസാല ഐറ്റത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ കളി ആരംഭിക്കുന്നത്. ഒന്നുകൂടി മാറണേ. തക്കാളി വലിയ തക്കാളിയാണ്, വലം വലിപ്പ തക്കാളി. അയ്യോ ഞാൻ തോടക്കം ചാടിയോ? ഈ വിചാരിച്ച മാതിരിക്കായോ? വിചാരിച്ച മാതിരി ആയില്ലേ? അതിലുള്ളൂ, ആയി വരുന്നുള്ളേ. അത് വന്നിട്ടില്ലല്ലോ. അല്ല ചക്കാടി കണ്ടിട്ടേ കണ്ടിട്ടേക്ക് തോന്നുന്നു വിചാരിച്ചായില്ല. ഞാൻ വിചാരിച്ച മാതിരി ആയിക്കൊണ്ടിരിക്കുകയാണത്. ഉപ്പുണ്ടിരിക്കാൻ പണ്ടരികൾ അങ്ങനെ നോക്കാറില്ല. അനക്ക് നോക്കണമെങ്കിൽ നോക്കിക്കോ. ഇത് നമ്മളങ്ങനെ നോക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. നമുക്കറിയാപ്പോ ഇതിന്റെ അളവും കാര്യമൊക്കെ എങ്ങനത്തെ മട്ടാണ് ഇല്ലേ? ഓക്കെ. ഉറക്കം പറയും. എന്താ ഉള്ളി തക്കാളി എല്ലാ സംഭവം കഴിഞ്ഞു. ഇനി ഓഫാക്കാം, സംഭവം അടുപ്പ് ഓഫാക്കാം. രാവിലെ 10 മണിക്ക് പോലും ഞങ്ങൾ 10:30 ആയില്ലേ. ഇപ്പോൾ ഇതാണ് കഴിക്കുന്നത്. ചോറ് തന്നെയാണ് ഫുൾ ടൈമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈച്ചയൊക്കെ ഇറക്കുണ്ടോ? എടുത്തു ഞാൻ അതിൽ മുട്ട ഉണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചെടുത്തോളാം. വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അതേമാതിരി അപ്പം നമ്മൾക്ക് ഇന്ന് വെള്ളം ഇതൊന്ന് കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത് അല്ലേ? ഇവിടെ പനി 60 ഇവിടെ മാത്രം നമ്മൾ വെള്ളത്തിന് ഇത്ര പൈസ കൊടുക്കേണ്ടി വന്നത്. ഇത്രയും ദിവസം നമ്മൾ കൊടുത്തിരുന്നത് 30 റുപ്യായിരുന്നു വെള്ളത്തിന്. ഇവരുടെ ഈ ഒരു വെള്ളത്തിന് 60 രൂപയാണ്. ഇപ്പൊ നമ്മള് എങ്ക എത്തി കണ്ണ എങ്കയോ എത്തിർക്ക് മച്ചാണേ അങ്കപ്പാറ അന്ന മലപ്പാറിന് പാത്തേ പോകിറനാങ്കേ இந்த பக்கம் பாரு கண்ணா. இந்த பக்கம் என்ன இருக்கு? என்ன இருக்கு? மலை நதி இருக்கடா. இருக்கு அங்க நதி இருக்கா? നദിക്കുള്ള നീർ ഇരിക്കാ? ഇതെന്താ ഡാം അല്ലയാ? ഡാം പോലെ എന്താ സംഭവം കേട്ടോ. ഇത് നമ്മളൊരു ഇത് തന്നെ ഒരു ഉള്ളിലുള്ള വഴിയാണ്. ഒരു ഉൾവഴി. ഈ ഉൾവഴികളിലൂടെയാണ് ചുവന്ന KSRTC പോകുന്നത്. ഇവിടുത്തെ നദി എന്നാ നദിയുടെ അടിപൊളിയല്ലേ? കാണാനൊക്കെ നല്ല മനോഹരമായിട്ടുള്ളല്ലോ. മുന്നിൽ മലനിരകള്, സൈഡ് ഫുള്ള് മലനിരകളാണ്. അതിൻ്റെ ഇടയിലുള്ളൊരു നദിയാണിത്. ഇത് ഒരു തടാകമാണോ നദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഇത് ഒഴുകുന്നുണ്ട് അല്ലേ? ഒഴുക്കില്ല. ഇതിന് അവിടെ ഒരു ഡാം പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ഏട്ടൻ ഫിഷിങ് നടത്തുന്നുണ്ട്. അതെ, നമ്മളിങ്ങനെ ഇതിൽ അവിടെ കുളിക്കണം. കുടിക്കില്ലേ? കുളിക്കാം. അവിടെ അതിലോ വണ്ടി ഇറക്കിക്കണോ? നമ്മളെ വണ്ടി ഇറക്കാം. നമുക്ക് വണ്ടി ഒന്ന് കഴുകാം. അങ്ങനെയുള്ള ഇതിലാണ് വണ്ടി ഇറക്കി. ഇറങ്ങില്ല. ഇതിലെങ്ങനെ വണ്ടി ഇറക്കിയല്ലേ? അതെ. ഓക്കെ, അതിലെങ്ങനെ ഇറങ്ങി നോക്കാം. ഇത് കയറിയാ റോഡാണ്. വണ്ടി കൊടുത്തണോ? അവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ. കണ്ടു. എന്താണ് എത്ര പേടി വെക്കൂ. മക്കളെ പോവാണ്. ഇവിടെ ചെറിയൊരു കല്ല് പൊന്തിട്ടുണ്ട്. കുക്കു ശ്രദ്ധിക്കാം. അങ്ങനെ ഞങ്ങൾ നദിയിലേക്ക് എത്തിയിരിക്കുവാണ്. നദീ തീരത്തേക്ക് എത്തിയിരിക്കുവാണ്. ഇവിടെ എവിടെയാണ് നമ്മളുടെ വണ്ടി? ആ ചങ്ങായി എങ്ങനെയായിട്ട് അവർക്ക് കൊണ്ടുപോയത് ആ വണ്ടിയാവോ? വേറെ ഏതൊരു വഴിയൊന്നും ഞാൻ കാണുന്നില്ല. നമ്മൾക്ക് ഇവിടെ മതി അല്ലേ? ഇവിടെ അതിൽ അടിപൊളിയല്ലേ? പിന്നെന്താ
കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ വ്യൂസൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾ കുളിക്കുന്നുണ്ടല്ലോ, വണ്ടീനെ എന്താ കുളിപ്പിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എൻ്റെ വണ്ടീനെ ഒന്ന് തുടക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒരു ബക്കറ്റല്ല നമ്മളടുത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തോളാം അത്. അപ്പോൾ അതൊന്ന് ചെയ്യണം. ആകെ പൊടി പിടിച്ച് ഇതിലൊക്കെ വേണ്ട, ഫുള്ളായിട്ട് പൊടി പിടിച്ച് ചളി പിടിച്ച് ആകെ എരപ്പായുണ്ട്. ഒന്ന് ഉഷാറാക്കി ഞാൻ തുടച്ച് കഴിഞ്ഞാൽ നല്ല കുട്ടപ്പനാവും നമ്മളുടെ വണ്ടി. ബക്കറ്റ് വേണ്ടി വരും. നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ടാ എവിടെയാണെന്നുള്ളത്. അവരൊക്കെ മുങ്ങി കുളിക്കാണ്ട, വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുവാണ്. ആഴമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇത് കണ്ടിട്ട് ആഴമുള്ള ഒരു നദിയാണ് കണ്ടാ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടാ. അടിപൊളി സൂപ്പർ. ഇതാ പോകുന്ന റോഡാണ് കണ്ടാ. ഇത് റോഡാണ്. ഇത് റോഡ്. മലനിരകൾ ചുറ്റും മലനിരകളാണ്. അതിന് അവിടുത്തെ നടുക്കായിട്ടൊരു നദിയുണ്ട്. ആ നദിക്ക് കരയിലായിട്ട് നമ്മളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. വെള്ളം ചെറിയൊരു ബക്കറ്റാണ് നമ്മുടെ കയ്യിൽ. തണുപ്പുണ്ടോ? തണുപ്പൊക്കെ പാകമല്ലേ? മതി, പാകം മതി. നമുക്കെന്താ വെച്ചാൽ ഉള്ളു വല്ലാണ്ട് തുടക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ആ ചാർജർ കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് അത് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വയറിലേക്കൊന്നും വല്ലാതെ വെള്ളം കയറ്റാൻ വേണ്ടി പറ്റില്ല. ഒന്ന് തുടച്ചെടുക്കുന്നുള്ളൂ. ഒന്നായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ച് അടിച്ച് കഴുകാൻ വേണ്ടി പറ്റില്ല. കാരണം എവിടെയൊക്കെ ഷോർട്ടും കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പോകും അല്ലേ? അതെ. അപ്പോൾ നമുക്ക് തുടച്ചെടുക്കാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. നമുക്ക് എന്തായാലും ഫ്രണ്ടേന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയതുണ്ടോ. അത് ഇവിടെ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചേക്കുവാണ് ഉണ്ടോ. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചേക്കുക. അതൊരു കീറിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം അങ്ങോട്ട് പോകും. ഇത് വേറെ ഫ്രെയിം, ഇത് വേറെ ഫ്രെയിമാണ്. വണ്ടിക്ക് തീർപ്പതിയാക്കോ? അതെ, തീർപ്പതിയാകാതെ കുളിപ്പിച്ചിട്ടേ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതായിട്ട് കുളിപ്പിച്ചില്ല കേട്ടോ. ആ മുന്ന് മാത്രം മുഖം ഒന്ന് കഴുകി കൊടുക്കാൻ അല്ലാതെ. ഗ്ലാസ് മാത്രം ഒന്ന് കഴുകും. വേറെ ഒന്നും നമ്മൾ കാട്ടില്ല. കാട്ടാനുള്ള വെള്ളം കിട്ടാനില്ല അല്ലേ? കിട്ടാത്തോണ്ടാണ്. ഇതിപ്പോ ഇത്ര സൗകര്യം കിട്ടിയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്കിത് പറ്റും. ഇന്നലെ അറിയുമ്പോ കിട്ടിയിരുന്നു, പക്ഷെ വണ്ടി ദൂരത്ത് ഞങ്ങൾ വണ്ടി പിന്നെ കുറച്ച് ലോങ് നിർത്തേണ്ടി വന്നു. അവിടെ ആണെങ്കിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. പിന്നെ ഒഴുക്കുണ്ട് അതിന്. ഇത് സെറ്റല്ലേ വിഷ്ണു? ഞാൻ സെറ്റാണ്. അതെ. ഒരു ചൂണ്ടലൊക്കെ ഉണ്ടെങ്കിൽ നിട്ട് നോക്കിയാണ്. ഇല്ലല്ലോ, ചൂണ്ടിൽ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. അടുത്ത പ്രാവശ്യം വെറുതെ ഒന്ന് കരുതാം. അതെ, ഒരു ചൂണ്ടൽ, 1-2 ചൂണ്ടലൊക്കെ ഇതുപോലത്തെ സ്പോട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വെറുതെ നിട്ട് നോക്കാം. എങ്ങനെയുണ്ട്? ക്ലിയർ തോന്നുന്നുണ്ടോ വണ്ടി? ജസ്റ്റ് തുടച്ചേ ഉള്ളൂ. കാരണം തുടക്കാൻ വേണ്ടിയേ കഴിഞ്ഞുള്ളൂ. ഉണ്ടോ? വുഡുമ്മലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊടിയൊക്കെ ഒന്ന് പോയില്ലേ. നമുക്ക് വെള്ളമില്ലാതെ ഒഴിച്ച് അടിച്ച് കഴുകാൻ വേണ്ടി ഒരു ധൈര്യം വരുന്നില്ലേക്ക്. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഈ ഒരു രീതിയിൽ കഴുകി നിർത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ചുണ്ട് തുടച്ചെടുക്കാം. ഓക്കെ. പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഓക്കെയല്ലേ? ഓക്കെയാണ്. ഗ്ലാസ് ഒന്ന് ഉള്ളിൽ ജസ്റ്റ് ഒന്നുകൂടി തുടയ്ക്കണം. അപ്പോൾ മുണ്ടൊന്നുകൂടി കഴുകി എടുത്തിട്ട് ഗ്ലാസിൻ്റെ ഉള്ളും ശരിക്കും തുടയ്ക്കണം. സൈഡ് ഗ്ലാസ്സും തന്നെ മിറർ രണ്ടും ശരിക്കും ഒന്ന് ക്ലിയർ ആക്കണം. ഇതിനുള്ളിൽ തുടച്ചുള്ളൂ. ഇവിടെ അത് ഡാഷ് മാത്രം. ഇവിടെ ഒന്നും ചെയ്തില്ല. കാരണം ഇവിടെയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. ആൾറെഡി തുരുമ്പുള്ള സ്ഥലങ്ങളാണ്. തോടൊന്നും ചെയ്തില്ല. എന്നാൽ പിന്നെ അങ്ങനെ ഇന്ന് ഞാൻ കുളിക്കാൻ വേണ്ടി നോട്ടെ. കുളിക്കും അതിലാണ് പോയിരുന്നു കാണാമല്ല. ഓനതാ വെള്ളത്തിൽ നീരാടുകയാണ്. അവിടെ പോയൊക്കെ നമുക്ക് ധാരാളം വല വെക്കാറുണ്ട് കേട്ടോ. ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ധാരാളം വലയൊക്കെ വെക്കാറുണ്ട്. എവിടെ ഇവരുടെ മീനാടെ? ഈ ചെമ്പട്ടിയിലോ? ആ, 3-4 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആടാ, സൂപ്പറായില്ലേ? ഞാൻ കയറോ? നമുക്ക് തരുവച്ച പോലെ തരുവാണ്. വാങ്ങണോ? വേണ്ട, അവനെ കൊണ്ടേക്കോട്ടെ കേട്ടോ. അച്ഛൻ വേണ്ട. ഓരോ നമ്മൾ ചോദിച്ചപ്പോഴേക്ക് തന്നു കേട്ടോ സംഭവം. പക്ഷേ എങ്കിൽ അവന് ചെറിയൊരു താല്പര്യമുണ്ട്. അപ്പോൾ പിന്നെ ഇനിയില്ലേ ചെക്കനെ ചെറിയ താല്പര്യമുണ്ട്. എന്നാൽ പിന്നെ ഓനെ എടുത്തോട്ടെ. അവർ വല വെച്ചിട്ട് അവർക്ക് കിട്ടിയാണ് കണ്ടോ. അവർ ഓട്ടോറിക്ഷയായിട്ട് പോന്നിട്ട് ഇവിടുത്തെ വണ്ടിയൊക്കെ കണ്ട എത്രയും പരിപാടി ചെയ്താലും യാതൊരു പ്രശ്നമല്ല.
ഇവിടുത്തെ പോലീസുകാരൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഈ ഒരു കേസിലില്ലാന്ന് എനിക്ക് മനസ്സിലാവും. ലൈറ്റ് ഉണ്ടോ? ഓ ഇതൊക്കെ ഇട്ടിട്ട് മോനെ ഷാമ്പൂ വേണമെങ്കിൽ വാങ്ങിക്കൊന്നേ. പിന്നെ വേണ്ട ഇവർക്ക് ഇവിടെ ആളെ കയറ്റാം, അവിടെ ആളെ കയറ്റാം, അതിനുള്ള എക്സ്ട്രാ സീറ്റാണിത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. മുന്നൊക്കെ കണ്ട ഗ്ലാസിൻ്റെ ചെറിയൊരു ഭാഗം അവന് കാണാവുള്ളൂ, വേറെ ഒന്നും കാണൂല. കാരണം അത്രയും മോഡിഫൈ ചെയ്തുള്ള വണ്ടിയാണിത്. ഇവർ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ അലക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്താ ഏതായാലും സൂപ്പറായില്ലേ. ഇവിടെ ഇവരെ കണ്ടതുകൊണ്ട് നമ്മളിവിടെ നിർത്തിയത്. കാരണം ഇവർ പോവാണ്, ഞങ്ങൾ തന്നെ വേഗം കുളിച്ച് കയറാൻ നോക്കട്ടെ. भाई आपका नाम क्या है? बबलू। घर किधर है? इधर है। ഓ 1 കിലോമീറ്റർ. ഇത് നമ്മൾക്ക് അവർ തന്നതാണ്. നമ്മളിത് നമ്മുടെ സോപ്പാണല്ലോ, നമ്മൾക്ക് അവർ ഡിസ്പ്ലേ പോയി എഴുതിയാ കുഴപ്പമൊന്നുമില്ല. ക്യാമറ ഇപ്പം ചാടിയതാണ്, ആരും പേടിക്കരുത്. ഒരുപാട് ദൂരം പോകരുത്, കുറച്ച് ഇവിടെയൊക്കെ നിൽക്കുക. ഒന്ന് കലങ്ങുന്നുണ്ട് ഇവിടെയൊക്കെ വെള്ളം. എന്നിട്ട് ഒന്ന് നമ്മുടെ മലകൾ കലങ്ങുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ഇറങ്ങി കഴിയുമ്പോൾ ചെറിയ കലക്കുണ്ട്. പക്ഷെങ്കിൽ അത് കുറച്ചുകൂടി അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോവാം. പക്ഷെ നമ്മളെന്താ വെച്ചാൽ പരിചയമില്ലാത്ത സ്ഥലമാണ്. ഈ പരിചയമില്ലാത്തടത്ത് കുളിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വെള്ളത്തിനെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. മറ്റൊരെണ്ണം കുളിച്ചാണല്ലേ, കുറച്ച് ഇറങ്ങിയിട്ട് കുളിച്ചിട്ടുള്ളൂ. വെള്ളത്തിന് അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മൾക്ക് പണി തരും. ചിലപ്പോൾ വെള്ളം നമ്മളെയും കൊണ്ടുപോകും. ഓക്കെ ഓക്കെ. ഞങ്ങളിനി ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അത് പോയി ആ കാണുന്ന വഴി അങ്ങനെ പോകും. ഇത് നമ്മളെ നദിയിൽ നിന്ന് പോന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു ചുരമാണ്, ഒരു നൈസ് ചുരമാണ്. വലിയൊരു ടൈറ്റ് കുത്തൊന്നുമല്ല. പക്ഷേ ഇതിൽ ചുറ്റുമുള്ള വ്യൂ, ഈ സൈഡിലൊക്കെയുള്ള മലനിരകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെയാണ് ഇവിടെ. പലയിടങ്ങളും നല്ല വ്യൂ പോയിന്റാണ്, നല്ല വ്യൂ ആണ്. പിന്നെ എനിക്ക് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അതൊരു തടാകമാണ്. അതായത് അതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒരു നദി ബേസ് ചെയ്ത് വരുന്നില്ല, അത് നദിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വെള്ളം വരുന്നത് ഈ മലച്ചെരിവിലേക്ക് മഴ പെയ്ത് ആ വെള്ളം, അതായത് എല്ലാ മലകളുടെയും സെൻട്രലായിട്ടാണ് ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു തടാകത്തിൽ നിന്നും മഴ പെയ്ത് വരുന്ന വെള്ളമാണ് അതിൽ തങ്ങി നിൽക്കുന്നത്. അങ്ങനെയാണ് അത്രയും വലിയൊരു തടാകം അവിടെ ഉണ്ടായത്. അതിലേക്ക് ചെറിയ ചെറിയ ചോലകളാണുള്ളത്. പക്ഷേ ആ ചോലകളിലൊന്നും ഇപ്പോൾ വെള്ളമല്ല, തീരല്ല. ഇതാണ്ടോ അതിലൊക്കെ ചെറിയ ചെറിയ ചാല്, ആ മലമ്മ കൂടെ കണ്ട ചെറിയ ചെറിയ ചാലുകൾ, ആ ചാലുകൾ അത്തരത്തിലാണ് വെള്ളമുള്ളത്. ഞങ്ങളെന്താ വെച്ചാലേ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. തണലില്ല, തണലൊക്കെ ഉള്ളത് റോഡിന് പുറത്താണ്. അവിടെ എന്താ തണല്? ഓ തണൽ കിട്ടി. തണലില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് തണൽ കിട്ടിയതാണ്. അത് ഒരു സംഭവമാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ? അതൊക്കെ എന്താ സംഭവിച്ചത് നമ്മൾ പറയുമ്പോഴത്തെ സാധനം. അതെ, ഇത് സത്യം ഈ ഒരു റോഡിന്റെ ഒരു എന്താ തണലില്ലായ്മ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓണാക്കിയതായിരുന്നു. പക്ഷേ അവിടേക്ക് ഒരു മല ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് തണൽ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കുമാണ്. ഇത് റോഡിൽ നിന്ന് കുറച്ച് അപ്പുറത്തായതുകൊണ്ട് ചൂട് കുറവായിരിക്കും. റോഡിന് തൊട്ടടുത്താകുമ്പോൾ റോഡിന്റെ ചൂട് കൂടി സഹിച്ചാണ്. അതെ, കുറച്ച് ഉള്ളിലേക്ക് ആണ്. ഇവിടെ ഇനി കുറച്ച് നേരം സുഖമായ ഭക്ഷണം കഴിച്ചിട്ട് ആദ്യം ഭക്ഷണം കഴിക്കാം. ഇവിടെ സുഖമായ ഒരു റെസ്റ്റ് ഉണ്ട്, സുഖനിദ്ര ഒക്കെ ഇവിടെ വരും. ചെങ്ങന്മാരെ ഞങ്ങൾ ഷോളാപ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഷോളാപ്പൂരിലേക്ക് ഇനി ഒരു 100 കിലോമീറ്ററും കൂടി ഉണ്ട് ഞങ്ങൾ പോകാൻ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 3-3:30 ഉച്ചഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 3-3:30 റണ്ണിങ്ങിലാണ്. പക്ഷേ ഇവിടെ മഴയ്ക്ക് നല്ല സാധ്യത ഉണ്ട്. അതെ, നന്നായിട്ട് മഴക്കാർ മൂടിക്കെട്ടി കിടക്കുവാണ്. നല്ല മഴക്കുള്ള സാധ്യത. എനിക്ക് തോന്നുന്നു ഷോളാപ്പൂരിലേക്കൊക്കെ മഴ പെയ്യാൻ ഒരു 70% ചാൻസ് കാണുന്നുണ്ട്. കാരണം സൂര്യനെ കാണാമെന്നില്ല. ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ നല്ല ചൂടുണ്ടാവണതാണ്. നല്ല വെയിലായിരിക്കും, നല്ല നിലാവ് പോലെ വെയിലായിരിക്കും.
അത്രത്തോളം വെയിലുള്ള ഈ ഒരു ടൈം ആകെ മൂടിക്കെട്ടി കിടക്കുവാണ്. ഞങ്ങൾ ഒരു വഴിക്ക് ഇന്നലെയൊക്കെ പലയിടങ്ങളിലും മഴ പെയ്തത് കണ്ടിരുന്നു. മഴ ഞങ്ങൾ കണ്ടില്ല, പക്ഷെ മഴ പെയ്തതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് മഴ ഞങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ മഴ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും തന്നെയാണ് കരുതുന്നത്. മഴ പെയ്തോട്ട് യാതൊരു തർക്കമല്ല. പക്ഷേ നമ്മുടെ ഓട്ടോ ആയതുകൊണ്ട് മഴ പെയ്യുന്നതിൽ ഞങ്ങൾക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം നമ്മൾക്ക് അത്ര വലിയ സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് പല വഴിക്കും വെള്ളം വരും. വെള്ളം വന്ന് വണ്ടിയിൽ കേടുവരാനൊക്കെ സാധ്യത കൂടുതലാണ്. മുന്നിലേക്ക് പോകുന്തോറും മഴയിലേക്ക് പോകുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്, അല്ലേ? ആ ഒരു ഇരുട്ടിലേക്ക് നമ്മൾ പോവുക, ആ ഒരു ഇരുട്ടിലേക്ക് നമ്മൾ പോകുന്ന ഒരു പ്രതീകമാണ്, ഒരു ഫീലാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. എന്തായാലും മുന്നിലേക്ക് പോയിട്ട് ഷോളാപ്പൂരിൽ ഇന്നത്തെ സ്റ്റേ കാര്യമൊക്കെ എവിടെ കിട്ടുമെന്ന് അറിയില്ല. ഞാൻ ഷോളാപ്പൂരിൽ സ്റ്റേ അടിക്കണമൊക്കെ ചെയ്തായിരുന്നു. പക്ഷേങ്കിൽ ഇന്നത്തെ സിറ്റുവേഷൻ, ഇന്നത്തെ റണ്ണിങ് കുറവാണ്. അതായത് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ നേരം വരെ ഓടിയിട്ടുള്ളത് 100-110 കിലോമീറ്ററാണ്. അതിന് മേലേക്ക് ഇന്നത്തെ ദിവസം ഓടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഷോളാപ്പൂരിലേക്ക് 100 കിലോമീറ്റർ ഓടിയെത്താൻ പറ്റുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. പറ്റുന്ന അത്ര രീതിയിൽ നമ്മളവിടെ എത്തിച്ചു നോക്കും. വല്ലാണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം വണ്ടി നമ്മൾക്ക് ഒരു 100 കിലോമീറ്റർ ഓടിയാൽ പോരാ. ഇവിടുന്ന് നാട്ടിലേക്ക് 1000 ചില്ലാൻ കിലോമീറ്റർ ഉണ്ട്. 1000 കിലോമീറ്റർ 1100 കിലോമീറ്റർ ഒക്കെ വാങ്ങാനുണ്ട്. അത്ര കിലോമീറ്റർ ഞങ്ങളുടെ വണ്ടൂരിലേക്കുണ്ട്. അപ്പോൾ നമ്മൾക്ക് സീനാവും. അതായത് നോക്കിക്കൊണ്ടേ പോകണുള്ളൂ. മഴ പെയ്താൽ കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ മഴ. ആ ഭാഗം ഫുള്ളായിട്ട് മൂടി, അതിനൊക്കെ കണ്ടോ മൂടി ആകെ പൊടിക്കാറ്റാണ് അടിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പാടം കേൾക്കുന്നത് അത്രത്തോളം കാറ്റാണ്. എല്ലാവരും വണ്ടി സൈഡാക്കി നിർത്തിയേക്കുവാണ്. ഫ്രണ്ടിലേക്ക് എല്ലാവരും വണ്ടി സൈഡാക്കി നിർത്തി കാറ്റൊന്ന് ശമിക്കട്ടെ എന്ന് കരുതി നിർത്തുവാണ് ചെയ്യുന്നത്. എല്ലാവരും വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇയ്യോ മോനെ മുന്നിക്ക് നോക്കിയിട്ട് ആകെ പണിയാ ഓടെ. നോക്കാം മുന്നിക്ക് നോക്കടാ. അവിടെ നോക്കി ആകെ കാറിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് കാണുന്നില്ല. മോനെ ഇത് പണിയാവട്ടോ, നമ്മൾക്ക് പണിയാവട്ടോ, സംഭവം പണിയാവും. നല്ല കാറ്റാണ്, നല്ല കാറ്റ്. സ്ലോവിൽ പോകണുള്ളൂ. കുറച്ച് പേടിക്കണം നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ഓട്ടോറിക്ഷയൊക്കെ ആയതുകൊണ്ട് വണ്ടിനെ കാറ്റെടുത്ത് കൊണ്ടുപോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇവരൊക്കെ ധൈര്യമായിട്ട് കൂളായിട്ട് സിമ്പിളായിട്ട് ഇരിക്കുന്നു ഇവിടെ. പെട്ടോ പേടിയുണ്ടോക്കോ? എന്തൊരു പേടി, നമ്മൾ മുമ്പോട്ട് പോയനെ. ഇതൊന്നും കോടയല്ല കേട്ടോ. കാരണം മുന്നിക്ക് വണ്ടികളെ പോലും കാണാത്ത അത്രത്തോളം ചില നേരത്ത് പൊടി വരുവാണ് കേട്ടോ. ഇതിനൊക്കെ നല്ല പൊടിക്കാറ്റാണ് വരുന്നത്. ധാരാളം പൊടിക്കാറ്റാണ് കയറി വരുന്നത്. JCB ഒക്കെ പണി നിർത്തിയണ്ട. JCB ഒക്കെ പണി നിർത്തി. അടിമാരി പോണ കാറ്റ് അടിക്കോരി എടുത്തിട്ടാണ് പോണേ. പൊന്നു ചെങ്ങന്മാരെ, ഇത് സംഭവം ആൾക്കാർക്ക് കാറ്റാണ്. നമ്മളിപ്പോൾ ടൗണിലേക്ക് ഇങ്ങനെ റീച്ച് ആയിക്കൊണ്ടിരിക്കുവാണ്. ആ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ടൗണാണ്. കാറ്റ് അസാധ്യമാണ്. ആ സൈഡൊക്കെ കണ്ടോ ഫുള്ളായിട്ട് കാറ്റ് വന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറയണത് നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയില്ല. ടൗണിലൊക്കെ അധികം വാഹനങ്ങൾ ഓടാതെ കുറേയൊക്കെ സൈഡാക്കിയിട്ടേക്കുവാണ്. അപ്പോൾ തന്നെ ഒരു പെട്രോൾ പമ്പ് കിട്ടുവാണെങ്കിൽ മരങ്ങളൊക്കെ അടിയൊക്കെ ഇവിടെ ആകെ കൂട്ടി പറയുന്നുണ്ടോ.
പോയിട്ട് കുറച്ചേരം നിൽക്കല്ലേ. ഞങ്ങളിങ്ങനെ ഒരു ഷെഡിൻ്റെ അവിടെ നിർത്തിയേക്കുവാണ്. കാറ്റിൻ്റെ ശക്തി ഞങ്ങൾ കാണിച്ചു തരാം. ശക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഷീറ്റ് അടക്കം കൊണ്ടുപോകാൻ മാത്രമൊക്കെ കഴിവുള്ള കാറ്റുകളാണ് അവിടെ ഉള്ളത്. കണ്ടങ്ങള് മോനെ പാറി പറന്ന് പോണാണ്ട ആജാ പൊട്ടിയാണ് ഈ കേറുന്നത്. നമ്മളിവിടെ സേഫാണോ വെച്ചാൽ സേഫ് ആണോ ഒക്കെ അറിയില്ല. ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതൊന്നും ഒതുങ്ങട്ടെ. അവിടെയൊക്കെ റോഡ് കാണാൻ പറ്റാത്ത അത്രയ്ക്ക് റോഡ് പോയി. കാറ്റ് കൊണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, കാരണം അത്രയധികം കാറ്റാ. കേട്ടാ ഇന്ന് ഇതെന്താണ് സംഭവിക്കുന്നത്? ഒന്ന് ഒതുങ്ങിയോ? ഒന്ന് ഒതുങ്ങിട്ടോ. ഒതുങ്ങല്ലടാ, ഇത് വരെന്നെയാണ്. ഈശ്വര, ഇതിലൊക്കെ ആകെ ഒച്ചയും പുളിയും കാറ്റും മാറ്റം മറിച്ചതൊക്കെയാണ്. നമ്മൾ സേഫാണോ ചെക്ക് അറിയില്ല. ഞാൻ ഇവിടെ നിർത്തി. മഴയാണ് പെയ്യണത്. മഴ പെയ്യുന്നുണ്ട്. ഇതേ 2 തുള്ളി എൻ്റെ മേത്തേക്ക് വീണ് അല്ലേ. നമുക്ക് ഇവിടെ തൊട്ടടുത്തുള്ള, അതായത് തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പ് നോക്കണം നമുക്ക്. തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പ് നോക്കിയിട്ട് തൽക്കാലം അവിടേക്ക് സ്റ്റേ അടിക്കാം. അല്ലാതെ നമുക്ക് വേറെ രക്ഷയില്ല. ഇപ്പം സമയം അധികമായില്ല, 4 മണി ആവുന്നുള്ളൂ. ഇതിനുള്ളിലൊക്കെ കാറ്റ്. കാറ്റിനെ തണുപ്പുണ്ട്, തണുത്ത കാറ്റുണ്ട്. അതെ, പോവുക. അതായത് ഞങ്ങള് ഇവിടുന്ന് ഒരു 20-25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒസ്മാനാബാദ് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് ഈ റൂട്ടിൽ. അപ്പോൾ നമ്മൾ പോകുന്ന ടൗണ് വേണ്ട വെച്ചിട്ട് നമ്മളെ പോകുന്ന റൂട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ സ്റ്റേ അടിച്ച് നിൽക്കാലം അല്ലേ. അതെ, തണുക്കണുണ്ടോ? തണുക്കുന്നുണ്ട്. ഇന്ന് മഴ പെയ്യൂടെ, അത് ഉറപ്പാ. പണിയായി മഴ പെയ്തു പറഞ്ഞാല് മഴ പെയ്തു. ഞാൻ ചീനക്കാരാണ്. ഒന്നോ ഒതുങ്ങണോ? പമ്പം മഴയാണ്, അതേപോലെ തന്നെ നല്ല കാറ്റുമാണ്. ഇടിവാളുണ്ട്, ഇടിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഒരുമിച്ച. നിന്നോടുന്ന് ഏകദേശം ഒരു 8-10 കിലോമീറ്ററൊക്കെ പോകുന്നു. അപ്പോൾ അതിനൊക്കെ പോകുന്നു. പക്ഷേ ഇവിടെ മഴ കുറവാണ്. നമ്മുടെ കണ്ടാ വണ്ടിയൊക്കെ നനഞ്ഞ് ഫുള്ളായിട്ട് നനഞ്ഞ് ഫുള്ളായിട്ട് വണ്ടിയൊക്കെ നനഞ്ഞ് ഞങ്ങൾ ഇത്തരത്തിൽ ഞങ്ങളുടെ കർട്ടനും കാര്യമൊക്കെ അവിടെ ഇട്ട് ഇങ്ങനെ ഈ ഒരു ഈ മരം പൊട്ടിച്ചാടോ ഇതിന് പൊട്ടി നിർത്തിയ എന്നാലും ഇവിടുന്ന് മാറ്റണം. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ എന്താ പറയുക, ശങ്കയിൽ നിർത്തിയതാണ്. കാരണം ശരീരം തണുത്തപ്പോൾ അങ്ങനെ നിർത്തിയാണ്. കുക്കുൻ്റെ ഇതിലൊക്കെ നനഞ്ഞ് ഇതിൻ്റെ ഇവിടെയൊക്കെ നനഞ്ഞ് കുറച്ച് ചെറുതായിട്ട് ചീറ്റിലടിച്ചാണ്ട് ബെഡോ അത്തരം കേസ് വരുമ്പോഴാണ് കർട്ടൻ ഇട്ടിട്ടില്ലെങ്കിൽ പറ്റുന്ന നനയും. രാത്രി കിടക്കുമ്പോൾ ഇന്ന് ഏതായാലും തണുപ്പ് വേണ്ട, വണ്ടി വരില്ല എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഇന്നലെയൊക്കെ മഴ പെയ്തതിൻ്റെ നല്ല ലക്ഷണമുണ്ട്. ഇവിടെ ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആളുകൾ ഇപ്പോഴും പാടത്ത് പറമ്പത്തൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കണം. അതെ, ട്രാക്ടറുകൾ ട്രാക്ടറൊക്കെ അവിടെ പൂട്ടിക്കൊണ്ടിരിക്കണം. അവിടെ ആക്കണ ആടിനെ മേയ്ക്കണം. അവിടെ ആക്കണ ആളുകൾ എന്തോ ജോലി ചെയ്യണം. ഇവരിതൊരു പ്രശ്നം. ഇവിടെ എങ്ങനെയാണ്? നമ്മൾക്കല്ല ഇപ്പോൾ അത്ഭുതം. നമ്മുടെ നാട്ടിൽ ഇത്രയും കാറ്റടിച്ച് കൊടുങ്കാറ്റടിച്ച് മഴ പെയ്യുന്നൊരു പ്രവണത അല്ലാതെ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ അത്ര മഴക്കാലത്ത് അതൊന്നോട് പോവും ചെയ്യും, മാറും ചെയ്യും അല്ലേ. ഇത് ആദ്യം കൊടുങ്കാറ്റ് വന്നു. കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ പൊടിക്കാറ്റ് മൊത്തത്തിൽ നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം നല്ല തണുപ്പായി. ഒരു ഗ്ലാസ് കട്ടൻ ചായ തേങ്ങ, ഒരു കട്ടൻ ചായ അടിച്ചിട്ട് പവറാക്കിയിട്ട് പോവാം. തന്നോളോ വിഷ്ണു? തന്നോ? നമ്മളിപ്പോൾ ഭാരത് പെട്രോളത്തിലാണ്. നമ്മളിവിടെ നിൽക്കാൻ പറഞ്ഞത്. നമ്മളത് ഒസ്മാനാബാദിലാണല്ലോ. ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. ഇവിടെ ഒരു ലോറി ഉണ്ട്. ഈ ലോറിയുടെ മറവിൽ ഇങ്ങനെ നിർത്തിയാൽ അല്ലേ, അതെ, കാറ്റിന് കുറേയൊക്കെ ആശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് മക്കളെ ഇത്ര ഒരു അനുഭവം ആദ്യമായിട്ടാണ് ഈ ഓട്ടോ ലൈഫ് ചെയ്തിട്ട്. നമ്മൾ ഓട്ടോ വെച്ചൊക്കെ പോരുമ്പോൾ ഇത്തരം മേഖലകളിൽ ഇത്തരം കാലാവസ്ഥ പ്രശ്നങ്ങൾ വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ഓട്ടോറിക്ഷ ആയതുകൊണ്ട് തണുത്തിട്ട് പോയേക്ക്
ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ഇപ്പോൾ സമയം വല്ലതായില്ല, 4:45 4:45 ക്ലൈമറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം സൈഡൊക്കെ ഉണ്ടോ. അതാണ് അവസ്ഥ. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കണം, ബാക്കി നാളെ നോക്കാം. അതെ അല്ലേ? അതെ. അതായത് രാത്രിത്തെ അവസ്ഥ കണ്ടറിയില്ല, നമുക്കിങ്ങനെ കണ്ടറിയാം. എൻ്റെ കജ്ജാറൊക്കെ ഓക്കെ. ഓ പുറത്ത് നല്ല മഴയാണ് ചങ്ങന്മാരെ, നല്ല മഴയാണ്. എന്താ പൊട്ടുമഴ, കൊലമഴ. അയ്യോ അടച്ചേക്കട്ടെ, ഞങ്ങൾ വാതിലൊക്കെ അടച്ചതിനുള്ളിൽ കുത്തിരിക്കുവാണോ. എങ്ങനെ ഇന്ന് ബെഡൊക്കെ സെറ്റാക്കാന്ന് അറിയില്ല കേട്ടോ. കാരണം പുറത്തേക്ക് സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ മഴയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാലേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ ഈ ഒരു സൈഡൊക്കെ ഉണ്ട്, ഇതിലൊക്കെ വെള്ളം ചോരുന്നുണ്ട്, ഇതിലൊക്കെ വെള്ളം ചോരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട് ഇതിലൊക്കെ. പിന്നെ ഇതിലൊക്കെ വെള്ളം ചോർന്ന് വരും, ഇനി ചോർച്ചയുണ്ട്. താഴെഭാഗത്തേക്കൊക്കെ വെള്ളം എത്തി. എന്താ ചാർജറും കാര്യമൊക്കെ കംപ്ലൈൻ്റ് ആയി പോവാമോ എന്തോ ഒന്നും അറിയില്ല. ആ മഴയാണ്, നല്ല തണുപ്പുണ്ട് അല്ലേ. ഒന്നോ രണ്ടട്ട കട്ടനോട് ചെറിയ കളിയായി. അരമണിക്കൂറിനുള്ളിൽ 2 കട്ടൻ കുടിച്ചു. ഓ നല്ല മഴക്കൊരു പൂസയില്ല. ഇവർക്ക് ഇതൊരു സാധാരണഗതിയിൽ സംഭവിക്കുന്നത് പോലെയുള്ളത്. അപ്പൊ നമ്മുടെ ഇപ്പൊ സാധാരണഗതിയിൽ മഴയുടെ പെയ്താലുള്ളൊരു അവസ്ഥ ഇപ്പൊ എന്താണ്, അത്തരത്തിൽ തന്നെയാണ് അവരും തന്നെ നിൽക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊരു ആറ്റിറ്റ്യൂഡൊന്നുമില്ല, ഒരു റിയാക്ഷനും ഇവർക്കില്ല. ഒരു മഴയാണെന്ന് കരുതിയാണ്ടല്ലേ, കാറ്റുണ്ടെന്ന് കരുതിയാണ്ട് ടെൻഷനാവേ തുള്ളിച്ചാടുക അങ്ങനത്തെ മഴ ചെയ്തിട്ട് അങ്ങനത്തെ ഒച്ചും പകരൊന്നും ഇല്ല. മഴ പെയ്യുണ്ട് ആ കിടത്തേക്ക, അല്ലെങ്കിൽ മഴ കാറ്റടിച്ചിട്ടുണ്ട് ആ കിടത്തേക്ക, എല്ലാവരും പാടത്ത് കയറിപ്പോയ ആ പരിപാടി. ഇത് മഴ വന്ന അങ്ങനെ തന്നെ പോകുക, വെയിൽ വന്ന വെയിൽ അങ്ങനെ തന്നെ പോകുക, അതേ അവസ്ഥയാണ്. ഏതായാലും ഇത്രയും നേരത്തെ സൈഡാക്കുന്നതും ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് ഹോട്ടൽ ലൈഫ് ചെയ്തപ്പോൾ മഴ പെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. അപ്പോൾ നേരത്തെ കുക്ക് പറഞ്ഞൊക്കെ ഓർമ്മ വന്നു. പക്ഷേങ്കിൽ അന്ന് ഇതുപോലത്തെ കാറ്റും കാര്യമൊന്നും ഇല്ലായിരുന്നു. അന്ന് മഴ ചെയ്തൊരു ഊക്ക്, അത് നമ്മുടെ നാട്ടിലൊക്കെ പെയ്യുന്നത് പോലെ തന്നെ സാധാരണഗതിയിലൊരു മഴ പെയ്ത് അത് ചോർന്ന് അങ്ങനെ പോയി. പക്ഷേങ്കിൽ ഇവിടുത്തെ മഴ അത്ര നിസ്സാരമാക്കി കാണാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം ഇവിടെ നല്ല കാറ്റാണ്, ഈ കാറ്റ് നമുക്ക് എടുക്കില്ല. അപ്പോൾ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഓട്ടോ ലൈഫിൻ്റെ അവസ്ഥ ശോകമായിരിക്കും. കാരണം ഈ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തേക്ക് കയറിയിട്ട് പോകാനും ഇനിയിപ്പോൾ എത്തരത്തിലേക്കൊക്കെ നമ്മുടെ വീഡിയോകൾ നമ്മുടെ ഓട്ടോ ലൈഫൊക്കെ പോകുന്നൊരു ഐഡിയ ഉണ്ട്. കാരണം മഴയൊക്കെ ഇങ്ങനെ മഴക്കാലമാണല്ലോ, ഇനിയിപ്പോൾ നാട്ടിൽ മഴക്കാലമാണ് വരുന്നത്, എന്താവുന്നൊക്കെ കണ്ടറിയാം അല്ലേ. യാത്ര ഒന്ന് പോകാൻ വേണ്ടി പറ്റിയിട്ട് തോന്നുന്നു. നമ്മുടെ വണ്ടി ഇപ്പോൾ ഇതായതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഒരു 4 വീലൊക്കെ നമ്മുടെ കയ്യിലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് പോവാം. ഇതുകൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇന്നാണത് മനസ്സിലായത്, ആ കാറ്റുകൊണ്ട് അല്ലേ, കാറ്റുകൊണ്ട് അത് കയ്യിലത് കഴിയല്ല, അത് വളരെയധികം ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ റിസ്ക്കുമാണ്. അത് നമ്മൾ നന്നായിട്ട് പേടിക്കണം. കാരണം അതൊരു നമ്മുടെ ജീവനെ ഒരു വിലയും കൽപ്പിക്കാതെ ചെയ്യുന്നൊരു പരിപാടിയായി പോകും. നമ്മളൊക്കെ വീട്ടിലൊക്കെ ആളുകളുള്ളല്ലോ, നമ്മളൊക്കെ കാത്തിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഓട്ടോ ലൈഫ് ഇനിയിപ്പോൾ എത്തരത്തിലേക്ക് മാറുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ ഒരു മഴ കണ്ടിട്ട്, ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ കണ്ടിട്ട് ആണ് ഞാനത് പറയുന്നത്, നാട്ടിലത്തെ അല്ല. എന്തായാലും നോക്കാം നമുക്ക്. മഴ ഇന്ന് കുറഞ്ഞില്ലെങ്കിൽ ബെഡിടലും കാര്യമൊക്കെ അതും ശോകമാവും. മൊത്തത്തിലൊരു പണി കിട്ടും അല്ലേ. പമ്പാര ഞങ്ങളെ തട്ടിക്കളിച്ച, ഞങ്ങൾ ആദ്യം നിന്നത് ആ കണ്ട ലോറി ഉണ്ടല്ലോ, ഇവിടേക്ക് ആദ്യം നിന്നത് ഫസ്റ്റ് വേറെ ഫ്രണ്ടിലായിട്ട്. ഇത് പിന്നെ ഈ ലോറി എടുത്തി കൊടുത്താണ് ഇപ്പൊ ഇത്ര നേരം നിന്നത്. അവിടെ നിന്ന് പിന്നെ ഇതാണ് അവരുടെ ഓഫീസിന്റെ ബാക്ക് സൈഡിലേക്ക് ഇതൊരു വഴിയുണ്ട്, അതിൽ കൊണ്ടുവന്ന് ഇവിടെ ഇടാൻ പറഞ്ഞു. കുക്കുവിന് ഇവിടുന്ന് ഒരു മാങ്ങ ചാടിക്കും. ഉണ്ടോ? ഇതിന്റെ അവസ്ഥ എന്താ അറിയില്ല. അതൊന്ന് അടിപൊളി പൊളി, ഒരു രക്ഷയില്ല സത്യം.
മൂന്നാമത്തെ റൗണ്ട് ചായ കഴിഞ്ഞു. ചായ കഴിഞ്ഞില്ലേ? ചായ ഉണ്ടാവില്ല, ചായ കഴിഞ്ഞു. അങ്ങനെ 6:10 ഉള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരം. മഴ പെയ്യുവാണ്. മഴ ഏകദേശമൊക്കെ ചോർന്ന് പോയി. അതുകൊണ്ടാ അവർക്കൊക്കെ കാണുമ്പോൾ റോഡാണോ പോകുന്നത്, ഹൈവേ ആണോ പോകുന്നത്. ഓ മക്കളെ സംഭവം കുക്കു, നീ എവിടെ ഇവിടെ ഉണ്ടല്ലേ? നമ്മുടെ വണ്ടി, നമ്മുടെ വീട് ഫുള്ള് ചോർച്ചയാണ്. വണ്ടിയുടെ 4 ഭാഗം ചോരുവാണ്. നല്ല മഴയാണ് ഇവിടെ. അസാധ്യ മഴയാണ്. എന്താ ഓ മഴയൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ട് പെയ്യുന്നുണ്ട്. ഇതിനൊക്കെ വെള്ളം ചാടുവാണ്. ഇവിടെ കാലുമൊക്കെ ഉണ്ട്. ഇതിലൊക്കെ വെള്ളം എൻ്റെ കാലുമൊക്കെ ചാടുവാണ്. ആകെ വെള്ളമാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ പൊളിയും. ഇത് എങ്ങനെ കടന്നുറങ്ങും? നോ ഐഡിയ. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. കടന്നുറങ്ങാനുള്ള സുഖമായിരിക്കും ഓ. മഴ പെയ്തിട്ടേ കുളിരാണ്. എന്നെ അമ്മ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ബെഡ് സിസ്റ്റം ഇനിയും മനസ്സിലാവാത്ത കാണാത്ത ആളുകളുണ്ടെങ്കിലാണ് നമ്മൾ എല്ലാ ദിവസവും നൈറ്റിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് കാണിച്ചു തരുന്നത്. ബെഡ് ഫുള്ളാവണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡും കൂടി ഇങ്ങനെ ഇറക്കിടണം. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമ്മുടെ കട്ടിൽ ശരി ആയി. ഇനി ഇതിൻ്റെ മേലേക്ക് എന്താ വരിക? അവിടെ ഒരു പീസ് കൊടുക്കാണ്ട് കേട്ടോ. അത് കൊടുക്കാൻ പോകും. 5 സ്റ്റാറിലാണോ നിങ്ങൾ ലോഡ്ജിലാണോ കിടക്കാറെന്നൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഇവിടെ മഴ പെയ്തിട്ട് ബെഡിൻ്റെ ഇവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നനഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ ലോഡ്ജ് എടുത്ത് കിടന്ന് നമ്മൾക്ക് അത്തരത്തിൽ യാത്ര ചെയ്യാനൊന്നും, അത് ഇത്തരം വലിയ യാത്രകൾക്കൊന്നും അത് നടക്കില്ല. നമുക്കൊരു 2-3 ദിവസത്തെ ട്രിപ്പൊക്കെ ആണെങ്കിൽ അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് റൂം എടുത്ത് നിന്ന് നോക്കാം. ഇതിപ്പോൾ എത്ര ദിവസമായി എഴുതിയിട്ടാ? 10-20 ദിവസമായി. ഇത്തരം ദിവസങ്ങളുടെ ട്രിപ്പിനൊക്കെ നമ്മൾ ഇങ്ങനെ റൂം എടുത്ത് നിന്നാൽ നമുക്ക് അതിന് തന്നെ പൈസ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഹൈദരാബാദ് പോയതാണ്. അന്ന് എല്ലാ ദിവസവും റൂം എടുത്തേക്കായിരുന്നു. ഏറ്റവും കൂടുതൽ പൈസ എനിക്ക് ചിലവായത് അതിനാണ്. 600 രൂപ റൂമിന് വരുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ആ പൈസ ഡെയിലി പോകാം. ഡെയിലി ആ ഒരു ഫുഡിൻ്റെ റൂമിൻ്റെ ഇനത്തിൽ നമുക്കൊരു 1000 റുപ്യ ചിലവ് വരും. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ടാകുമ്പോൾ നമ്മൾക്കതൊരു 1200-300 ഒക്കെ വരും. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങളുടെ ബെഡ് ഞങ്ങൾ ഈ ഒരു ബെഡ് ഉണ്ടാക്കാനൊരു 7 റുപ്യോളം എനിക്ക് ചിലവ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിട്ട് എത്ര ദിവസം വേണമെങ്കിൽ ഇങ്ങനെ കിടക്കാം. 600 രൂപ വെച്ച് നമുക്ക് അങ്ങനെ കിട്ടുകയാണ്. മറ്റേ 600 രൂപ വെച്ച് അങ്ങനെ കൊടുക്കേണ്ടി വരും. ഓക്കെ. എന്നാൽ പിന്നെ ഞങ്ങൾ 2 പേരും കിടക്കട്ടെ, ഉറങ്ങട്ടെ. ഞങ്ങൾ ലൈറ്റിക്ക് ഇങ്ങനെ പോരുവാണ്. ഇവിടെയാണ് ലൈറ്റ് ഉള്ളത്. വണ്ടി ഇതാണ് കിടക്കണേ. എന്നാൽ പിന്നെ നോക്കോ, ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ നാളെ രാവിലെ ഏർലി മോർണിംഗ് തൊട്ട് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.